ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ ഓയിലിംഗ് ഡേ ആണ്. ഓക്കെ, അപ്പം നമ്മളിത് ആദ്യമായിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ നെറുകന്തല എന്നല്ലേ അതിന് പറയാം, നമ്മൾ നെറുകന്തല എന്നാണ് പറയുന്നത്. ആ ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് പതിയായിട്ടോ വളരെ ജെന്റലിയായിട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുന്നത് തന്നെ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി തന്നെയാണ്. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ഇത് മസാജ് ചെയ്യുന്നത്. പലരും ഉണ്ടല്ലേ, സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഇതെങ്ങനെയെങ്കിലും ചെയ്ത് തീർത്ത് പോകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ. നമുക്ക് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ആരാ ടൈം കണ്ടെത്താം അല്ലേ? അപ്പം നിങ്ങൾ പതിയെ സാവധാനം ഇതെടുത്ത് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ദിവസം കണ്ടുപിടിച്ചിട്ട് ഒരു ഡീപ്പ് ഓയിലിങ്ങനെ ഇരിക്കുന്ന ദിവസം നിങ്ങളിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ മതി. അല്ല, കുറച്ച് കയ്യിൽ നമ്മൾ ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു ചെറിയ ചൂടൊക്കെ നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, അത് എന്നിട്ട് ഞാൻ എൻ്റെ വിരലിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. കൈപ്പത്തിയിൽ മാത്രമല്ല, എൻ്റെ ഫിംഗേഴ്സിലും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ 2 പാർട്ടീഷനായിട്ട് എൻ്റെ മുടി തിരിച്ചിട്ട് അത് തന്നെ ഞാൻ ഡീറ്റാങ്കിൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ടും സേഫായിട്ടും തോന്നിയിട്ടുള്ളത് എൻ്റെ ടാങ്കിൾസ് എനിക്കറിയാം ഏത് ഏരിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ വെച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. എൻ്റെ സ്കാൽപ്പിലോട്ട് പോകും തോറും എനിക്ക് ഒരുപാട് ടാങ്കിളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്പെഷ്യലി വിൻ്റർ ടൈമുകളിൽ. സമ്മർ ടൈമുകളിൽ എൻ്റെ മുടിയിൽ ടാങ്കിൾസേ ഉണ്ടാവില്ല. വിൻ്റർ ടൈമിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ടാങ്കിൾസ് ഇങ്ങനെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് സാവധാനമാണ് ചെയ്യുന്നത്. കുറച്ച് സെക്ഷനായിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് മുടി പൊട്ടിപ്പോകുന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്കത് ഡിക്രീസ് ചെയ്യാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. പാർട്ടീഷനായിട്ട് ഒരുപാട് ടാങ്കിൾസ് ഉള്ള ആൾക്കാർ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് പതുക്കെ സാവധാനം ഇത് ചെയ്യുക. ആർക്കോ വേണ്ടി ചെയ്യരുത്, പിന്നെ വലിച്ചു പറിച്ച് ചെയ്യരുത്, തിരക്ക് പിടിച്ച് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മുടി ആ വഴിക്ക് പോവും. അനുഭവം ഉള്ളതുകൊണ്ടുകൂടിയാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ അതിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമ്പോൾ തന്നെയാണ് അത് നമുക്ക് തിരിച്ചു തരാം. അത് നമ്മളൊരു റിലേഷൻഷിപ്പാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ആവും അല്ലേ. അപ്പോൾ ഞാൻ മുടിനെ സ്നേഹിക്കുന്നത് നല്ല രീതിയിലാണ് ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ആ സ്നേഹം പോയ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നോടത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്തും. അത് സ്നേഹമുള്ളൊരു ബന്ധമാണെങ്കിലും ശരി, അത് ഇനിയൊരു മുടിയുടെ ഒരു നാരാണെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ ഞാൻ കയ്യിൽ വീണ്ടും ഓയിലെടുത്തിട്ട് തന്നെയാണ് അത് മസാജ് ചെയ്യുന്നത്. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഫാസ്റ്റായിട്ടിട്ട് കാണിക്കുന്നേ ഇല്ല. ഇത് പലരും കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ പല ഏജിലുള്ള ആൾക്കാർ കാണുന്നുണ്ടാവുമെന്നറിയാം. ചില ആളുകൾ വീഡിയോ സ്പീഡിലിട്ട് ചെയ്യുന്നത് കൊണ്ട് അതേപോലെ ചെയ്ത് വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലുകളിലും പല സ്ഥലത്തും നമ്മൾ ഉള്ളപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ഭാഗത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അറൗണ്ട് ഒരു 3 ഹെയർ എനിക്ക് കൊഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ സെയിം മെത്തേഡ് ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലും കൂടി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് ഒരുപാട് തിക്നെസ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്ന പോലെ ഡെലിവറിയും അങ്ങനെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയാണല്ലോ നമ്മൾ മനുഷ്യന്മാർ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ കുറേയൊക്കെ മുടി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹെയർ ഷെഡിങ് ആയിട്ടുള്ള അവസ്ഥകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ തന്നെ ഒരു മാറ്റം, നമ്മളെ ശ്രമിച്ചാലേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരാൻ പോകുന്നില്ല. അതിന് നമ്മൾ തന്നെ മനസ്സിരുത്തി വിചാരിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ ക്ഷമയോടുകൂടി ഇതൊരു 15-20 മിനിറ്റ് എടുത്ത് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ കാണുമ്പോൾ അതൊരു 6 മിനിറ്റ് 7 മിനിറ്റിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഞാനപ്പോൾ അത് വളരെ സസൂക്ഷ്മമാണ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ കരുതലാണ്. അത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഈ ഒരു ടൈം എനിക്ക് എൻ്റെ ബോഡിക്കും എൻ്റെ മൈൻഡിനും
ഒക്കെ കംപ്ലീറ്റ് ഒരു റിലാക്സ്ഡ് ഒരു ഫീല് തരുന്ന ഒരു എൻ്റെ ഒരു മീ ടൈം തന്നെ പറയാം ഇതിനെ. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പതുക്കെയാണ് ഞാൻ എൻ്റെ മുടിയെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ബ്രേക്കേജിനും പല കാരണങ്ങൾക്കും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ മുടി ഒരിക്കലും ബ്രേക്കായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കെപ്പോഴും എൻ്റെ സ്കാൽപ്പിൽ നിന്ന് ഡയറക്റ്റ് അത് പറഞ്ഞു പോരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഹെയർ പുള്ളിങ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഞാൻ ഇത് ബാക്ക് ഹെയർ മുഴുവനായിട്ടും ഫ്രണ്ടിലോട്ടിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് അങ്ങനെയും ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ഫ്രണ്ട് സൈഡ് മാത്രമല്ല, നമ്മുടെ ചെവിയുടെ ഭാഗം, നമ്മുടെ ബാക്ക് സൈഡ് ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹെയർ ലോസ് കൂടുതലാണ് എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ നന്നായിട്ട് വളരെ സ്ലോ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം എൻ്റെ നെറ്റിയൊക്കെ അവിടെയൊക്കെ പുതിയ ഹെയർസ് വന്നിട്ടുണ്ട്. ബേബി ഹെയർസാണ്. അവിടെയൊക്കെ എനിക്ക് കഷണ്ടിയായിരുന്ന ഏരിയാസാണ് അതൊക്കെ. പിന്നെ എൻ്റെ നെറ്റി കണ്ടിട്ട് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. അത് എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ എൻ്റെ അച്ചാമ്മയോ ഒക്കെ കണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്കിത് പാരമ്പര്യമായിട്ട് കിട്ടിപ്പോരുന്ന ഒരു നെറ്റിയാണ് ഈ വലിയ നെറ്റി. ഓക്കെ, അപ്പോൾ വലിയ നെറ്റിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൊരു സപ്പോർട്ടല്ലേ അല്ലേ. ഒരുപാട് മുടി കൊഴിയുന്ന ആൾക്കാർ ഒരുപാട് മസാജ് തലയിൽ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് മുടി കൊട്ടാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഓയിലിങ്ങിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊന്ന് കണ്ടാലോ അല്ലേ. അപ്പോൾ ഒരു 10, 9, 8, 7 നിങ്ങൾക്ക് എത്ര കൗണ്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 10 ഹെയറോളം എനിക്കിന്ന് ലോസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഓയിൽ ചെയ്തതിലൂടെ. ഓക്കെ, ഇത് എന്നെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഇത് പറയുമ്പോൾ ഞാനതിൻ്റെ പ്രൂഫും കൂടി കാണിക്കണമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത് ഞാൻ റൂമിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു പിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 3 വീക്സ് മുന്നേ ഉള്ള എൻ്റെ മുടി കൊഴിച്ചിലാണ് കാണുന്നത്. നിങ്ങൾ ആ പിന്നിൽ നിങ്ങൾ കാണുന്നത് അറൗണ്ട് ഒരു 500 അത്രയെങ്കിലും വരുന്നൊരു ഹെയറാണ്. അത് ഞാൻ ജസ്റ്റ് ഡീടാങ്കിൾ ചെയ്യുമ്പോൾ കിട്ടിയ ഹെയറാണ് ഇത്രയും. ഓക്കെ, അത് ഇനി കുളിക്കുമ്പോൾ വരുന്ന എമൗണ്ട് വേറെ, ഞാൻ ഒരു ഓയിലിടുന്ന ദിവസം വേറെ, എൻ്റെ ഒരു ടോണർ ഇടുന്ന ദിവസം വേറെ, അങ്ങനെ എത്ര മുടി കൊഴിച്ചിലിൻ്റെ കഥകളാണെന്ന് അറിയാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് മാത്രം പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ജേണിയിൽ. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ എന്തും നമുക്ക് നടക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.